സത്യത്തിൽ ഇവിടെ ആരെ കുഴപ്പമുണ്ടാക്കിയത്? മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനുള്ളതാണെന്ന് നേരത്തെ തന്നെ ഒരു ധാരണയില്ലേ? അവിടെ ഒരാൾക്ക് പകരം 3 പേരായി. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിൽ കയറി ഈ ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് ഇടപെട്ടത്? ആവശ്യമില്ലാതെ അവരുടെ ഇടപെടലാണ് ഇതിന് പ്രധാനമായും ഇത് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ ഉണ്ടായിട്ടുള്ള ഈ തടസ്സം. ലീഗ് അടക്കം ഉള്ളവരെ തന്നെ ഞാൻ പറയുന്നത്. അവർക്ക് എന്നാ കാര്യം ഇത് പറയാൻ? കോൺഗ്രസിനുള്ളതാണെന്ന് പറഞ്ഞു. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമല്ലേ? അതിൽ ഇന്നാര് വേണം എന്ന് പറയാൻ ഘടകകക്ഷികൾക്ക് ആര് വന്നാലും സ്വീകരിക്കണ്ടേ അതിനകത്ത്? അതല്ലേ ഒരു മര്യാദ? അതിൻ്റെ പേരല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ സമ്മർദ്ദം ചെലുത്തി. ഹൈക്കമാൻഡ് അതിൻ്റെ പേരിലാണ് ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായം തേടിയത്. വഴങ്ങിയെന്ന് പറയാനൊക്കത്തില്ല, അല്ലെങ്കിൽ അത് ഇത്ര നീണ്ടു പോകത്തില്ലായിരുന്നല്ലോ. പക്ഷേ അവരുടെ ഇടപെടൽ ഒരിക്കലും ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ചിലരുടെ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ തങ്ങളുടെ അധീനതയിൽ ഇതെല്ലാം ആകണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ല, അത് ഞാൻ ഇപ്പോഴേ കയറി പറയത്തില്ല. അത് ഭരണം കണ്ടിട്ട് പറയാം. അല്ല, അങ്ങനെ അവർ ചെയ്യാൻ പാടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഘടകകക്ഷികൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച ഈ സ്ഥാനത്ത് പല 3 പേര് വന്നതുകൊണ്ട് അതിലാരെയും പിന്താങ്ങാനോ എതിർക്കാനോ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എടുക്കുന്നത് സംവിധാനം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേന്ദ്രമാണ് തീരുമാനിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ തീരുമാനം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് ആ പ്രശ്നം കൊണ്ടാണ്. ആ പ്രശ്നം കൂടെ കൊണ്ടാ. അതൊന്നും തോന്നുന്നില്ല. എനിക്ക് കാണാത്ത കാര്യമൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഘടകകക്ഷികളുടെ കുറച്ചുകൂടെ നേരത്തെ തീരുമാനം ഉണ്ടായാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് തന്നെ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്നിടത്ത് ഫ്ലക്സും അതിനകത്ത് ഫ്ലക്സും എന്തെല്ലാമാണ് പ്രകടനവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാത്തിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. ഇടപെട്ടിട്ടുള്ള എല്ലാ ഘടകകക്ഷികളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ലീഗ് മാത്രമല്ല. സർക്കാരിന്റെ ഭരണത്തിനെതിരെയായിരുന്നല്ലോ ജനങ്ങളുടെ ഒരു വികാരം. എന്തോ 10 വർഷത്തിൽ പിണറായി സർക്കാരിന്റെ ഭരണത്തിനെതിരെയായിരുന്നല്ലോ ജനങ്ങളുടെ ഒരു വികാരം. 10 ദിവസം കൊണ്ട് കോൺഗ്രസ് സമാനമായ രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചെന്ന് തോന്നുന്നുണ്ടോ? അല്ലേ, അവരിപ്പോൾ ഒരു ഇലക്ഷൻ നടത്തിയാൽ ഒരു 30 സീറ്റ് ഈ UDF കാണത്തില്ല. അതാ ജനങ്ങളുടെ വികാരം. അല്ല, അതിന് പ്രീസിഡൻസ് ഇല്ലേ?
അല്ല അങ്ങനെ ഈ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഈ വികാരം ഏത് സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോൾ 30 സീറ്റെങ്കിലും കുറവെന്ന് സാർ പറഞ്ഞു. ഇപ്പോഴത്തെ ആരായാലും ആര് നിന്നാലും UDF ഇപ്പോൾ ഇലക്ഷൻ ഫേസ് ചെയ്താൽ ഈ പറയുന്ന പ്രകടനങ്ങളും ഈ യാതൊരു മാന്യതയില്ലാത്ത ഈ പെരുമാറ്റം ആണ് കൊണ്ട് ജനങ്ങൾ മടുത്ത് തിരിച്ചു വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നിലനിൽക്കും. അല്ല, അത് പിന്നെ കയറി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവരൊക്കെ എത്രത്തോളം എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല. കളഞ്ഞു പിടിച്ചു. ജനങ്ങളാണ് ഇവരെ വിജയിപ്പിച്ചത്. നേരത്തെ പറഞ്ഞു കോൺഗ്രസ് സാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം, ജനങ്ങളാണ് വിജയിപ്പിച്ചത്. ജനങ്ങളോടൊരു മറുപടി ഇവർ പറയേണ്ടത് ഈ കാലതാമസം. തീർച്ചയായിട്ടും പറയണം. ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് പൊറുതിമുട്ടി നിൽക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഭരണമുണ്ടോ? ദിവസത്തിലായി അത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്തും അതുപോലെ ഈ പരിസ്ഥിതികളുടെ കാര്യം വെച്ച് നോക്കുമ്പോഴും ഒക്കെ അതൊന്നും പരിഹരിക്കാൻ ആരെങ്കിലും അന്വേഷിക്കാൻ ആളുണ്ടോ? അതൊന്നും അവർക്കാർക്കും വിചാരമില്ലല്ലോ. ഈ കാലയളവിൽ NSSന്റെ നിലപാട് ഹൈക്കമാൻഡ് ആരെങ്കിലും തേടിയിരുന്നു? ഏതെങ്കിലും നേതാക്കളെ പിന്തുണ എന്തെങ്കിലും തേടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, അഭിപ്രായം തേടിയിട്ടില്ല. ഞാൻ ആരുടെ അഭിപ്രായം വാങ്ങിച്ചില്ല. അഭിപ്രായം വാങ്ങിച്ചോന്നാണോ ചോദിച്ചത്? അഭിപ്രായം NSSന്റെ നിലപാട് അന്വേഷിച്ച് ചോദിച്ചിരുന്നോ? ഇല്ലില്ല. ഞാൻ എന്നോട് എന്ന് വെച്ചാൽ നമ്മൾ ആ സമദൂരം പാലിച്ച് നിൽക്കുന്നത് കൊണ്ട് ആരും ഈ കാര്യത്തിൽ നമ്മളെ സമീപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ സമീപിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നരുത്. ഇതിൽ അഭിപ്രായം ഈ ഇങ്ങനെ ആരെ ആക്കണമെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്നുമില്ല ഈ തീരുമാനം. ചോദിച്ചാൽ നമുക്ക് തന്നെ പറയാൻ കാര്യമെന്ന്. അതൊരു രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമല്ലേ. നമുക്കതിനകത്ത് പറയുന്ന കാര്യം എന്താ? കോൺഗ്രസിനകത്തുള്ള നേതാക്കളുണ്ടെങ്കിൽ അവരഭിപ്രായം പറയുന്നത് മനസ്സിലാക്കാം. നേരത്തെ ക്രിസ്തീയ സഭകളും ഇതേ രീതിയിൽ പോഷക ഈ സംഘടനകളുടെ പ്രത്യേകിച്ച് ഘടകകക്ഷികളുടെ അമിത ഇടപെടലിൽ പ്രതിഷേധം അറിയിച്ച രംഗത്തൊന്നിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സർ, ഈ ഘടകകക്ഷികളുടെ ഒരു ഇടപെടലാണോ അതിനപ്പുറത്തേക്ക് ഈ 3 പേരുടെ പിടിവാശിയാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? അങ്ങനെ ഒരു വിലയിരുത്തണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, കോൺഗ്രസിനുള്ളിൽ തന്നെയാണോ പ്രശ്നം? ഘടകകക്ഷികളെ മാത്രം അങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ പൂർണ്ണമായി? അതും അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട കാരണമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അവർ തുല്യശക്തികൾ തമ്മിൽ മത്സരിക്കുന്നു കോൺഗ്രസിനകത്ത്. അവർ മത്സരിക്കട്ടെ, ആരാ അതിൻ്റെ അകത്ത് ഫലം കിട്ടുന്ന വെച്ചാൽ അവരെടുക്കട്ടെ. അതല്ലേ, അങ്ങനെ വിചാരിച്ചാൽ പോരായിരുന്നു. നേരത്തെ പ്രശ്നം തീരുകയല്ലായിരുന്നു. അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ അവരെ ഉൾപ്പെടുത്തിയല്ല പറഞ്ഞു. മന്ത്രിമാരെ നിശ്ചയിക്കണം, കാലതാമസം ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാണ്. ഈ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യം ഒരു ഭാഗത്തുനിന്ന്. അല്ല, വിദ്യാഭ്യാസ വകുപ്പ് ജനകീയമാകണമെങ്കിൽ അത് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് ഇതിനു മുമ്പും പലതവണ NSS ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു കൂട്ടർ മാത്രം അതിങ്ങനെ തുടർച്ചയായി കൈവശം വെച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഇന്നല്ല, ഇത്തവണ ഞങ്ങൾ പറഞ്ഞില്ല. കഴിഞ്ഞ ടൈമിലും അതിൻ്റെ മുമ്പത്തെ ടൈമിലും അത് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും ആ സ്റ്റാൻഡ് തന്നെ. അല്ല, അതുകൊണ്ടല്ല, മേധാവിത്വമൊന്നുമില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ അതുപോലൊരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. മുമ്പും ആവശ്യപ്പെട്ടിരുന്നു. ഇല്ല, ഇത്തവണ പറയുന്നില്ല. ഇത് ഇത്ര കണ്ട് വർഷങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളൊന്നിനുമില്ല. ഇത് കണ്ടിട്ട് പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ ഇത്രയും താഴ്ന്ന രീതിയിലേക്ക് പോയ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നീട് തുടക്കത്തിലെ തർക്കമുണ്ടായി, പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും സ്വാഭാവികമായും ഈ തർക്കവും പ്രശ്നങ്ങളും ഉടനീളം ഒപ്പം ഉണ്ടാവുന്നതാണ് കരുതുന്നത്. അല്ലാതെ ഈ 3 പേരും ഒരുപോലെ നിന്നപ്പോൾ തന്നെ അറിയാൻ മേലെ ഉണ്ടാകുന്നത്. സാർ ഇത്രയും നാൾ മാറി നിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഇത് പറയാനുള്ള കാരണം അത്രയും മടുത്തിട്ട് തന്നെയാണോ ഈ ഒരു ആര് സാർ ഇങ്ങനെ തുറന്നു ഞാനോ? അത് നിങ്ങൾ അസസ് ചെയ്തോണം. ഞാനിത് പഠിച്ചിട്ടാണോ പറയുന്നത്? ഞാൻ പറയുന്നതോട്ട് യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും പോലെ ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കി. 3 പേരെ പേര് സജീവമായി നിൽക്കുന്നു. സാർ വ്യക്തിപരമായെങ്കിലും ഒരു പറയാനൊരു പേരുണ്ട്. അല്ല, അവരാണല്ലോ രംഗത്ത് വന്നത്. അവരിലൊരാൾ വരണം. വരുന്ന കോൺഗ്രസ് നേതൃത്വം ആണ് അത് തീരുമാനിക്കേണ്ടത് ആരാണ്, ഇല്ലേ? അതിനകത്ത് ഘടകകക്ഷികൾക്ക് കയറി ഒരു സേ ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. അല്ല, ഈ 3 പേരുകളിലെ അങ്ങേക്ക് പ്രത്യേക താല്പര്യമുണ്ടോ ഏതെങ്കിലും പേരിൽ? ഒന്നുമില്ല, ഒരു താല്പര്യം എനിക്ക് ഇവിടെ ഇരിക്കണമെന്നുള്ളൂ. രമേശ് ചെന്നിത്തല കുറച്ചുകൂടെ അടുപ്പം ഉള്ള ആളും ഇവിടെ ഇപ്പോ അല്ല, അത് കാര്യമൊന്നുമില്ല. രാഷ്ട്രീയത്തിനാണ് അവിടെ ഇരിപ്പുണ്ടല്ലോ, ചിരിച്ചോണ്ടിരിപ്പുണ്ടല്ലോ. അത് വ്യക്തിബന്ധമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. രാഷ്ട്രീയമായിട്ടൊരു ബന്ധവുമില്ല. അല്ല, അതൊരു അന്യായമല്ലേ ഇത്? അന്ന് താക്കോൽ സ്ഥാനം 5ാം മന്ത്രി സ്ഥാനം അവകാശപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാ? വേറൊരു കൂട്ടരുടെ കടുംപിടുത്തം കൊണ്ടാണ്. ജാതി പറഞ്ഞുള്ള വേറൊരു കൂട്ടരുടെ കടുംപിടുത്തം കൊണ്ടാണ് നമ്മളത് പറയേണ്ടി വന്നത്. ഈ സർക്കാരിൽ എന്തായാലും വിശ്വാസമുണ്ട്. അത് വരട്ടെ, നോക്കാം. നമുക്കെന്ന് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോവാണ് നമുക്ക് സന്തോഷമുള്ളൂ. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ പൊതുവെ സമുദായിക നേതാക്കളൊക്കെ UDF-ന് അനുകൂലമായി നേരത്തെ വളരെ അറ്റാക്കിംഗ് മനോഭാവത്തിൽ ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പ്രത്യേക ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി.